പാഠശാലയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിസിക്സിലെ 9ാം ക്ലാസ് ഫിസിക്സിലെ ദ്രവബലങ്ങളിലെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോമീറ്ററിൽ നിർത്തിയിരുന്നു. അതായത് ഹൈഡ്രോമീറ്റർ വെച്ച് റിലേറ്റീവ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിരുന്നത്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ ആദ്യം അത് കാണുവാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. അതിനുശേഷം മാത്രം നമ്മുടെ പാർട്ട് 2 വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ തുടങ്ങാൻ പോകുന്നത് പാസ്കൽസ് ലോ എന്നാണ്. പാസ്കൽസ് ലോ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാസ്കൽസ് ലോ പറയുന്നത് ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്ട് ഓഫ് ദ ലിക്വിഡ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവം. ഒരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു പേസ്റ്റിന്റെ ബോട്ടിൽ എടുക്കുക, അത് കാലിയായിട്ടുള്ളത്, അതിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം നിറയ്ക്കുക, മൂടി ടൈറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ഹോൾസ് ഇടുക. എന്നിട്ട് അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നത് കാണാം, പുറത്തേക്ക് ഒരു സ്പ്ലാഷ് ചെയ്യുന്നത് കാണാം. അത് നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്തെങ്കിൽ കൂടിയും ഇതിലൂടെ, ഈ ഹോളിലൂടെ നമുക്ക് വാട്ടറിന്റെ ഫ്ലോ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് എടുക്കുന്ന സമയത്ത് മൂടി തുറന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നിലെവിടെയെങ്കിലും അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ പേസ്റ്റ് പുറത്തേക്ക് വരുന്ന കാണാമല്ലോ. അതായത് ഇവിടെ അപ്ലൈ ചെയ്ത പ്രഷറും ഇതിൽ കൂടെ ഫുൾ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടേക്ക് ലഭിച്ചു എന്നുള്ളതല്ല എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ ഒരു വെള്ളം നിറച്ചതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഹോൾസ് ഇടുക. എന്നിട്ട് നമ്മൾ അതിൽ കൂടുതൽ പ്രസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം പുറത്തേക്ക് പോകുന്നത് കാണാം. അപ്പൊ നമ്മൾ അവിടെ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഹോൾസിലൂടെയും വെള്ളം പോകുന്നുണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ സ്പ്രെഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് പാസ്കൽസ് ലോ. ഇവിടെ ഏതാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്? ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ചിരിക്കുക. ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. സംവൃത വ്യൂഹം എന്നൊന്നും കേട്ട് പേടിക്കേണ്ട. ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, റെസ്റ്റ് ആയിട്ടിരിക്കുന്ന സിസ്റ്റത്തിനാണ് സംവൃത വ്യൂഹം എന്ന് പറയുന്നത്. അതായത് പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന കുറെ, ഈ നിയമം പാസ്കൽസ് ലോന്റെ ഈ നിയമം ഉപയോഗിക്കുന്ന കുറെ സന്ദർഭങ്ങൾ നമ്മുടെ റിയൽ ലൈഫിലുണ്ട്. അങ്ങനെ കുറച്ച് സന്ദർഭങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈഡ്രോളിക് ബ്രേക്ക് ഇൻ വെഹിക്കിൾസിലെ ബ്രേക്സ് ഒക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ആണ്. അവിടെ നമ്മൾ പ്രഷർ പെഡൽ ചെയ്യുന്ന സമയത്ത്, അതായത് ബ്രേക്കിൽ ചവിട്ടില്ല, ആ സമയത്ത് എന്ത് ചെയ്യാം, ബ്രേക്കിന്റെ പിന്നിൽ ഫ്ലൂയിഡ്സ് ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും. ആ ഓയിലിൽ കൂടെയാണ് ആ പ്രഷർ ഡിസ്കിലേക്ക് അപ്ലൈ ആവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഹൈഡ്രോളിക് ബ്രേക്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൈഡ്രോളിക് ജാക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു പ്രസ് ചെയ്ത് വണ്ടി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിനാണ് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ് ഒക്കെ ഉണ്ട്. ഹൈഡ്രോളിക് ജാക്ക് നിങ്ങൾ വണ്ടിയുടെ വർക്ക്ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ജാക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു തരത്തിലുള്ള ഹൈഡ്രോളിക് ജാക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ പാസ്കൽസ് ലോ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ കുറച്ച് ഒരു എക്സ്പെരിമെന്റ് പോലെ തന്നെ ഉണ്ട്. അവിടെ എന്താ, രണ്ട് സിറിഞ്ച് ഉണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു സിറിഞ്ച് ഉണ്ട്, വൈ എന്ന് പറഞ്ഞ സിറിഞ്ച് ഉണ്ട്. രണ്ടിനും ഒരേ ഏരിയ ആണ്, ഒരേ അളവ് വെള്ളമുണ്ട്. അതൊരു ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ എക്സ് എന്ന് പറഞ്ഞ സിറിഞ്ചിന്റെ പിസ്റ്റന്റെ മേലെ ഒരു 1 ന്യൂട്ടന്റെ വെയിറ്റ് വെച്ചു. അപ്പൊ നമുക്ക് എന്താ കാണാൻ സാധിക്കുക, ഇത് താഴേക്ക് പോയില്ലേ, കുറച്ച് 1 ന്യൂട്ടൻ താഴേക്ക് പോകും. അതേ അളവ് തന്നെ ഇതെന്ത് ചെയ്യും, മുകളിലേക്ക് പോകും. പാസ്കൽസ് ലോ നമുക്ക് വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ എല്ലായിടത്തും ഒരേ പ്രഷർ ആയിരിക്കും. അതായത് ഈ ലെവലിലെ പ്രഷറും ഈ ലെവലിലെ പ്രഷറും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് പാസ്കൽസ് ലോ പറയാം. അപ്പൊ ഇവിടെ 1 ന്യൂട്ടൺ വെച്ച സമയത്ത് ഇത് കുറച്ച് പൊന്തി. ഇനി നമ്മൾ ഇവിടെ ഒരു 1 ന്യൂട്ടന്റെ വെയിറ്റ് കൊണ്ടുവയ്ക്കുക എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഇത് കുറച്ച് താഴ്ന്ന് ഇത് രണ്ടും എന്ത് ചെയ്യും, ഒരേ ലെവലിലേക്ക് വീണ്ടും വരും. അപ്പൊ നമുക്ക് ഇവിടെ 1 ന്യൂട്ടൺ വെച്ച് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി ഇതേ സാധനം തന്നെ നമ്മൾ ഇവിടെ ഇതിന്റെ ഏരിയ കുറച്ച് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ കുറച്ച് കൂട്ടുന്നു. സപ്പോസ് ഈ വൈയുടെ ഏരിയ ഡയമീറ്റർ കുറച്ച് കൂട്ടി, അതായത് കുറച്ച് വലിയ സിറിഞ്ചാക്കി.
അപ്പൊ നമുക്ക് എന്താ കാണാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വീണ്ടും ഒരു 100 ന്യൂട്ടൺ വെച്ച് ഇവിടെ ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മുടെ y എന്ന് പറഞ്ഞ സിറിഞ്ചിന്റെ മേലെ ഒന്നുമില്ല. y എന്ന് പറഞ്ഞ സിറിഞ്ചിന്റെ മേലത്തെ നമ്മൾ ഒഴിവാക്കി ഇതിന്റെ ഏരിയ കൂട്ടി എന്നിട്ട് ഇവിടെ 1 ന്യൂട്ടൺ തന്നെ വെച്ചു. അപ്പൊ ഈ സമയം നമുക്ക് കാണാൻ പറ്റുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിസ്റ്റൺ പൊന്തി കുറച്ച് ഉയർന്ന് നമുക്ക് കാണാം. പക്ഷെ അതായത് ഇതിന്റെ ലെവലിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഉയർന്നു നിൽക്കും. എന്തായാലും കുറച്ച് ഹൈറ്റിലേക്ക് ഇങ്ങനെ പോകും. പക്ഷെ ഇവിടെ തിരിച്ച് വീണ്ടും 1 ന്യൂട്ടൺ വെച്ചപ്പോ നമുക്ക് ഇത് രണ്ടും ഒരേ ലെവലിലേക്ക് കിട്ടുന്ന കാണില്ല. പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് വെക്കുമ്പോഴാണ് നമുക്ക് അത് രണ്ടും ഒരേ ലെവലിലേക്ക് വരുന്നത് കാണാൻ പറ്റും. കാരണം ഏരിയയിൽ ഇവിടെ വ്യത്യാസം വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ഇവിടെ കൂടുതൽ ഫോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബാലൻസ് ചെയ്യാൻ വീണ്ടും വളരെയധികം കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പൊ ഏരിയ മാറുന്നതിനനുസരിച്ച് കൂടുതൽ ഫോഴ്സ് കിട്ടുന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് മാത്തമാറ്റിക്കൽ ആയിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു സെക്ഷൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഹൈഡ്രോളിക് ജാക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹൈഡ്രോളിക് ജാക്കില് ഒരു കാറിനെ ഉയർത്താനുള്ള ഒരു ശ്രമമാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, F1 എന്നുള്ള ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഏരിയ, ആ ഫോഴ്സ് കൊടുക്കുന്ന ഏരിയ A1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടുത്തെ ഒരു ഏരിയ A2 എന്നുള്ള ഏരിയയിൽ ഒരു കാർ വെച്ചിട്ടുണ്ട്. അതായത് A2 എന്നുള്ള ഏരിയ A1 കൂടുതലാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു ഫോഴ്സും കിട്ടുന്നു. നമുക്കറിയാം പാസ്കൽസ് ലോ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരേ ലെവലിൽ പ്രഷറൊക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതേ ലെവലിൽ ഇവിടെയുള്ള പ്രഷർ തന്നെയായിരിക്കും ഇവിടെയുള്ള പ്രഷർ. അതാണ് പാസ്കൽസ് ലോ പറയുന്നത്. അപ്പൊ സപ്പോസ് ഇവിടെയുള്ള പ്രഷർ നമുക്ക് P1 ആണെന്ന് എടുക്കാം, ഇവിടെയുള്ള പ്രഷർ P2 ആണെന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ പാസ്കൽസ് ലോ വെച്ച് P1 ഈക്വൽ ടു എന്തായിരിക്കും, P2 ആയിരിക്കും. നമുക്ക് പ്രഷർ എന്താണെന്ന് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ ആണെന്ന് അറിയാം. അതായത് ഒരു യൂണിറ്റ് ഏരിയയിൽ അപ്ലൈ ചെയ്യണ ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രഷർ എന്ന് പറയാം. അപ്പൊ P1 എന്നുള്ള പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F1 ബൈ A1 എന്ന് എഴുതിക്കൂടെ. അതുപോലെ തന്നെ P2 എന്നുള്ള പ്രഷറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, F2 ഡിവൈഡഡ് ബൈ A2 എന്ന് എഴുതാം. നമുക്കറിയാം പാസ്കൽസ് ലോ വെച്ച് P1 ഉം P2 എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ, ഈ രണ്ട് സാധനം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഞാൻ ആ സൈഡിലേക്ക് ആക്കി മാറ്റി എഴുതുന്നുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം, F1 ബൈ A1 ഈക്വൽ ടു F2 ബൈ A2 എന്ന് എഴുതിക്കൂടെ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇതിന്ന് ഇപ്പൊ സപ്പോസ് നമുക്ക് F2 എന്നുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിചാരിക്കുക. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെയാണല്ലോ നമ്മൾ വണ്ടിനെ ഉയർത്താൻ വേണ്ടി ഫോഴ്സ് F1 കൊടുക്കും. അപ്പൊ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ F1 A2 ഈക്വൽ ടു F2 A1 എന്ന് എഴുതാം. അപ്പൊ ഇതിന്ന് F2 നെ എടുത്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ A2 ന്റെ താഴേക്ക് പോയില്ലേ. അപ്പൊ F2 ന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, F2 ഈക്വൽ ടു F1 A1 ഡിവൈഡഡ് ബൈ A2 എന്ന് കിട്ടില്ലേ. അപ്പൊ ഇതാണ് F2 ന്റെ ഇക്വേഷൻ. അതായത് ഈ സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഫോഴ്സിന്റെ ഇക്വേഷൻ ആണത് F1 ഇൻറ്റു A1 ഡിവൈഡഡ് ബൈ A2. ഓക്കെ അല്ലേ. സോറി, ഇവിടെ A1 ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും, ഈ അടിയിലേക്കാണ് A1 പോവുക. അതായത് F1 A2 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, ഇവിടെ A1 എന്ന് വരും. ഞാൻ ഇവിടെ വൃത്തിക്കെടുത്ത് എഴുതുന്നുണ്ട്. F2 ഈക്വൽ ടു F1 A2 ഡിവൈഡഡ് ബൈ A1 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം A2 എന്നുള്ളത് A1 കൂടുതലാണ്. അപ്പൊ A2 ബൈ A1 എന്ന് പറഞ്ഞ സംഭവം എങ്ങനെ പോയാലും 1 കൂടുതലാവില്ലേ. A2 എന്നുള്ള വാല്യൂ A1 കൂടുതലാണ്. അപ്പൊ A2 ബൈ A1 എന്നുള്ളത് 1 കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന F2 എന്നുള്ള ഫോഴ്സ് F1 കൂടുതലായിരിക്കും. അതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് സപ്പോസ് A2 എന്നുള്ള ഏരിയ A1 10 മടങ്ങാണെന്ന് വിചാരിക്കും. ഓക്കെ, A2 എന്നുള്ള ഏരിയ A1 10 മടങ്ങാണെന്ന് എഴുതാം. അപ്പോൾ A2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, A2 ഈക്വൽ ടു 10 A1 എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് F2 എങ്ങനെ എഴുതാൻ പറ്റും, F2 ഈക്വൽ ടു F1 ഇൻറ്റു 10 A1 ഡിവൈഡഡ് ബൈ A1 എന്ന് വന്നു. അപ്പൊ A1 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് F2 ഈക്വൽ ടു
10F1 എന്ന് കിട്ടിയില്ല. അതായത് അതിന്റെ ഏരിയ 10 മടങ്ങാവുന്നതിനനുസരിച്ച് ഫോഴ്സും എന്ത് ചെയ്യും, 10 മടങ്ങ് ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താലും നമുക്ക് ഇവിടെ അതിന്റെ 10 മടങ്ങ് ഫോഴ്സ് കിട്ടും. അതാണ് പാസ്കൽസിലൂടെ ഒരു ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് ഈ ചെറിയ ഫോഴ്സ് ഒക്കെ കൊടുത്ത് കാറുകളൊക്കെ ഉയർത്താൻ ഉപയോഗിക്കുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അടുത്ത നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പൊ ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ പോസ് ചെയ്ത് വായിച്ചു നോക്കുക. പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കണേ? two tubes of different area of cross section filled with liquid are connected. The area of cross section of small pipe is 0.001256 meter square എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 cm in diameter ആണ്. And that of large one is തന്നിട്ടുണ്ട് 0.020096 എന്ന് തന്നിട്ടുണ്ട്. അത്രയും മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ പ്രഷർ എക്സ്പീരിയൻസ് ഓൺ ദ ലാർജ് പിസ്റ്റൺ if a force of 10 Newton is applied on the small piston. ചെറിയ പിസ്റ്റണിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുത്തതെങ്കിൽ വലിയ പിസ്റ്റണിൽ അപ്ലൈ ചെയ്ത പ്രഷർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം നേരത്തെ ഫിഗർ തന്നെ കൺസിഡർ ചെയ്യുക. ഇവിടെ ചെറിയ ഇതുണ്ട്, അതുപോലെ ഇവിടുത്തെ ഏരിയ കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെറിയ ഭാഗത്തുള്ള ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട്, അത് 10 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്ര ഫോഴ്സ് ആണ് നമുക്ക് കിട്ടണം? F2 എന്നുള്ള ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടുത്തെ ഏരിയ തന്നിട്ടുണ്ട്. അതായത് A1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ A2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം F2 ഈക്വൽ ടു എന്താണ്? F1 ഇൻറ്റു A2 ഡിവൈഡ് ബൈ A1 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? F2 ഈക്വൽ ടു F1 എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്, ഇൻറ്റു A2 എന്നുള്ള ഏരിയ എത്രയാണ്? ലാർജ് വണ്ണിന്റെ ഡയമീറ്റർ ഇത് 0.020096 അത്രയും മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 എന്നുള്ള ഏരിയ 0.00126 ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ആൻസർ എടുത്ത് ഇതാണ്. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷന്റെ 16 എന്നാണ് കിട്ടുക. 16 × 10 160 ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് ഇവിടെ 10 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ 160 ന്യൂട്ടൺ കിട്ടി. കാരണം ഇവിടുത്തെ ഡയമീറ്റർ 4 സെന്റിമീറ്റർ ആയിരുന്നു ഡയമീറ്റർ ആ സിലിണ്ടറിന്റെ, ഇവിടെ 16 സെന്റിമീറ്റർ ആയിരുന്നു. ഇവിടുത്തെ ഡയമീറ്റർ 16ഉം ഇവിടുത്തെ ഡയമീറ്റർ 4 ആയിരുന്നു. അപ്പൊ ഇത്രയും വ്യത്യാസം വന്നപ്പോൾ തന്നെ 10 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇവിടെ 160 ന്യൂട്ടന്റെ ഫോഴ്സ് കിട്ടി. അപ്പൊ അത്രയും വ്യത്യാസത്തിൽ ഫോഴ്സ് ഉണ്ടായി. അതാണ് എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. മലയാളം മീഡിയം കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോസ് ചെയ്തതിനു ശേഷം അത് വായിക്കുക, അതിനുശേഷം ഈ കാൽക്കുലേഷൻസ് നോക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശികത്വമാണ്. കാപ്പിലറിറ്റി എന്ന് പറയും, കാപ്പിലറിറ്റി എന്ന് നമ്മൾ പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിഗറിൽ നോക്കുക, അവിടെ 2 ട്യൂബ്സ് തന്നിട്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചെറിയ കാപ്പിലറി ട്യൂബ് എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താ പറയുക? കാപ്പിലറി ട്യൂബ് എന്ന് പറയും. കാപ്പിലറി ട്യൂബ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഇത് രണ്ടിലും എടുത്തിട്ടുള്ള കാപ്പിലറി ട്യൂബ് ഒന്നിലെടുത്തിട്ടുള്ളത് വാട്ടറാണ് എടുത്തിട്ടുള്ളത്, ജലമാണ് എടുത്തിട്ടുള്ളത്, മറ്റേതിൽ മെർക്കുറി ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാപ്പിലറി ട്യൂബ് അതിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും, ജലത്തിന്റെ അവിടെ ആ കാപ്പിലറി ട്യൂബിലേക്ക് ജലം കുറച്ച് ഉയർന്നിട്ടുണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മെർക്കുറി കുറച്ച് താഴ്ന്നിട്ടുണ്ട്. കാപ്പിലറി ട്യൂബ് അതിന്റെ ഒറിജിനൽ ലെവലിൽ നിന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇതിനെ കാപ്പിലറി റൈസ് എന്ന് പറയും, ഇതിനെ കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയും. ഇത് കേശിക ഉയർച്ചയും അതുപോലെ തന്നെ കേശിക താഴ്ച എന്നും കൂടെ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി, സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള എന്തിനേലും സാധനത്തിന്, വെള്ളത്തിന് അല്ലെങ്കിൽ ലിക്വിഡിന് ഉയർത്തണമെങ്കിൽ നമുക്ക് ഫോഴ്സ് കൊടുക്കണം എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോഴ്സ് കൊടുക്കാതെ തന്നെ ലിക്വിഡ് ഹൈറ്റ്സിൽ പോകുന്നു അല്ലെങ്കിൽ താഴുണ്ട്. അതെ, ആ പ്രതിഭാസത്തിനാണ് നമ്മൾ എന്താ പറയാ? കേശികത്വം എന്ന് പറയുന്നത്. അതായത് ചെറിയ നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. അതായത് ദ റൈസ് ഓർ ഡിപ്രഷൻ ഓഫ് എ ലിക്വിഡ് ഇൻ എ നാരോ ട്യൂബ് ഓർ എ മൈന്യൂട്ട് ഹോൾ ഈസ് കാപ്പിലറി. ഇതിനെയാണ് കാപ്പിലറി എന്ന് പറയാം, അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയാം, ഈ കേശികത്വം എന്ന് പറയാം, അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയാം. ഇങ്ങനെ ഉയർന്നതിന് അല്ലെങ്കിൽ താഴ്ന്നതിന്.
അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഈ പഴയ മണ്ണെണ്ണ വിളക്കിലൊക്കെ ഒരു തിരിയിടുമല്ലോ, അല്ലെങ്കിൽ തിരിയിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കില്ല. അപ്പൊ തിരിയിലേക്ക് എണ്ണ വലിച്ചെടുക്കുന്നത് എന്താണ്, ഇതുപോലെ കാപ്പിലറി റൈസ് തന്നെയാണ്. അപ്പൊ സ്മോൾ ആയിട്ടുള്ള സുഷിരങ്ങളിൽ കൂടി എന്ത് ചെയ്യും, ലിക്വിഡ് ഉയർന്നു വരും. അതിനെയാണ് നമ്മൾ കേശിക ഉയർച്ച എന്ന് പറയുക, അല്ലെങ്കിൽ കാപ്പിലാരിറ്റി എന്ന് പറയുക, കാപ്പിലറി റൈസ് എന്ന് പറയുക. അപ്പൊ മണ്ണെണ്ണ വിളക്ക്, അതുപോലെ തന്നെ സാധാരണ എണ്ണയിലിട്ട് തിരി കത്തിക്കുന്ന വിളക്ക്, അതൊക്കെ കാപ്പിലാരിറ്റിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം കൂജയിൽ വെള്ളം തണുത്തിരിക്കണ അറിയില്ല, കൂജ കണ്ടിട്ടില്ല, വെള്ളമൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് കൂജ. അതിൽ വെള്ളം തണുത്തിരിക്കാനുള്ള കാരണം ഈ കാപ്പിലറി റൈസ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണിന്റെ ആയതുകൊണ്ട് ആ മെറ്റീരിയൽ കുറെ ഹോൾസ് ഉണ്ടാവും. ആ ഹോൾസ് ഉണ്ടായിരിക്കുന്നതുകൊണ്ട് ഇതിന് കാപ്പിലറി റൈസ് സംഭവിക്കും. ആ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കൊണ്ടാണ് അവിടെ ആ വെള്ളം തണുക്കാനുള്ള കാരണം. അത് നമുക്ക് ടെക്സ്റ്റിലില്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു കാപ്പിലറി റൈസിന് എക്സാമ്പിൾ ആണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കാപ്പിലറി റൈസ് ഉണ്ടാവുന്നതാണ് അടുത്തൊരു പോർഷൻ വരുന്നത്. അതിന്റെ റീസൺ, കാപ്പിലറി റൈസിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ഫിഗറിലൊക്കെ നോക്കാം, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കുറെ എക്സാമ്പിൾസ് തന്നെയാണ്. വെള്ളത്തിന്റെ മുകളിൽ എന്ത് പ്രാണികൾ നടക്കുന്നുണ്ടോ, അതുപോലെ വെള്ളത്തിന്റെ മുകളിൽ നമ്മുടെ പിന്നിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തിക്കെടുക്കുന്ന കാണാം. അതുപോലെ ഇലകളിലൊക്കെ, ചേമ്പിന്റെ ഇലയിലൊക്കെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ടാവും, വെള്ളം ഇങ്ങനെ അത് ഒരു ബോൾ പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അത് ഒഴുകി ഇങ്ങനെ പോകണമെന്നില്ല. അതുപോലെ ഇലയിൽ അത് പറ്റിപ്പിടിക്കണമില്ല. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളത്തില്, ഇതാണ് വെള്ളത്തിന്റെ സർഫേസ് എന്ന് വിചാരിക്കട്ടെ. വെള്ളത്തിന്റെ സർഫേസിൽ ഇപ്പൊ മോളിക്യൂൾസ് ആണല്ലോ ഉണ്ടാവുക, തന്മാത്രകളാണല്ലോ ഉണ്ടാവുക. ഇവിടെയൊക്കെ തന്മാത്രകൾ ഉണ്ടാവും, അതുപോലെ താഴെയും തന്മാത്രകൾ ഉണ്ടാവും. അപ്പോൾ ഈ മുകളിലുള്ള തന്മാത്രകൾ ഓരോ തന്മാത്രയും സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും. തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഉണ്ടാവും. അപ്പൊ ഇവിടെ സൈഡിലേക്ക് അട്രാക്ട് ചെയ്യും, അതുപോലെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, അതുപോലെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ താഴെയുള്ള തന്മാത്രകൾ അതിനെ താഴേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ ഇതുപോലും താഴേക്ക് അട്രാക്ഷൻ ഉണ്ടാവും, സൈഡിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഈ സൈഡിലേക്കുള്ള അട്രാക്ഷൻ കാരണം ഇതൊരു മെംബ്രെയിൻ പോലെ, ഒരു പാട പോലെ ഇങ്ങനെ വെള്ളത്തിന്റെ സർഫേസ് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബലം പറയും. അങ്ങനെ പാട പോലെ നിൽക്കണതിനാണ് നമ്മൾ അവിടെ ഇലാസ്റ്റിക് ഫോഴ്സ് ഉണ്ടെന്നാണ് പറയാം. അതായത് അതിന്റെ വെള്ളത്തിന്റെ ആ പ്രോപ്പർട്ടീനെ പറയാം സർഫേസ് ടെൻഷൻ എന്നാണ് പറയാം. സർഫേസ് ടെൻഷൻ എന്നാണ് പറയാ, അതായത് പ്രതല ബലം എന്ന് പറയും. ഈ സർഫേസ് ടെൻഷൻ കാരണമാണ് ഇതിങ്ങനെ സർഫേസ്, വെള്ളത്തിന്റെ സർഫേസ് ഒരു വലിച്ചു നിർത്തിയ ഒരു പാട പോലെ അങ്ങനെ ആക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ആ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ കാരണം തന്നെയാണ് ഈ ഇപ്പൊ ചേമ്പിന്റെ ഇലയുടെ മുകളിൽ വെള്ളത്തിന്റെ തുള്ളികൾ നിൽക്കാനും, അത് അവിടെ ഇങ്ങനെ ബോൾസ് പോലെ തന്നെ ഡ്രോപ്സ് ആയിട്ട് തന്നെ നിൽക്കാനുള്ള കാരണം. അതേ കാരണം കൊണ്ട് തന്നെയാണ് പിന്നിന് അത് വെള്ളത്തിന്റെ മേലെ ഫ്ലോട്ട് ചെയ്യാൻ നിൽക്കാൻ കാരണം. ആ വെള്ളത്തിന്റെ പ്രതലം ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അതിനാണ് സർഫേസ് ടെൻഷൻ എന്ന് പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ബലാണ്. അങ്ങനെ ഒരേ ടൈപ്പിലുള്ള മോളിക്യൂൾസ് അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, കൊഹിഷൻ ബലം എന്ന് പറയും, അല്ലെങ്കിൽ കോഹസീവ് ഫോഴ്സ് എന്ന് പറയും. അതായത് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് സെയിം ടൈപ്പ് ഈസ് കോൾഡ് കോഹസീവ് ഫോഴ്സ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷനെ കോഹസീവ് ഫോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ കൊഹിഷൻ ബലം എന്ന് പറയും. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണ ബലമാണെന്നുണ്ടെങ്കിൽ അതിനെന്താ നമ്മൾ പറയും, അഡീഷൻ ബലം അല്ലെങ്കിൽ അഡീഷൻ ഫോഴ്സ് എന്ന് പറയും, അഡഹസീവ് ഫോഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഈർക്കിളിയൊക്കെ എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഈർക്കിളി എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തു, എന്നിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ ഭാഗത്ത് നമുക്ക് എന്ത് വെള്ളത്തിന്റെ മാർക്ക് കാണാൻ പറ്റില്ല. ഇത് വെള്ളത്തിന്റെ മോളിക്യൂൾസ് അവിടെ പറ്റി പിടിച്ചോണ്ടാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനത്തെ അതായത് ഈർക്കിളിയുടെ മോളിക്യൂളും വെള്ളത്തിന്റെ മോളിക്യൂളും എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അങ്ങനെ ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സിനെയാണ് എന്ത് പറയാ, അഡീഷൻ ബലം അല്ലെങ്കിൽ അഡഹസീവ് ഫോഴ്സ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചോക്ക് കൊണ്ടൊക്കെ ബോർഡിൽ എഴുതുന്ന സമയത്ത് ബോർഡിൽ ചോക്കിന്റെ തരികൾ പറ്റി പിടിച്ചിരിക്കില്ല, അതുകൊണ്ടാണ് നമുക്ക് അത് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ അതൊരു അഡഹസീവ് ഫോഴ്സ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചില്ല, അഡീഷൻ ബലം പഠിച്ചു, കൊഹിഷൻ ബലം പഠിച്ചു. ഒരേ ഇനം തന്മാത്രകളാണ് കൊഹസീവ് ഫോഴ്സും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തന്മാത്രകളാണെന്നുണ്ടെങ്കിൽ, മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അത് അഡഹസീവ് ഫോഴ്സ് ആണ്.
അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് കേശിക ഉയർച്ചയും അതുപോലെ തന്നെ കേശിക താഴ്ചയും ഉണ്ടാകാനുള്ള കാരണം. അതായത് കാപ്പിലറി റൈസും ഡിപ്രഷനും ഉണ്ടാകാനുള്ള കാരണം ഈ കാരണം കൊണ്ടാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് കാപ്പിലറി റൈസ് ഒക്കർ ചെയ്യുന്നത് അഡേസീവ് ഫോഴ്സ് കാരണം കൊണ്ടാണ്. അതായത് അഡേസീവ് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ദ കോഹസീവ് ഫോഴ്സ്, ദെൻ കാപ്പിലറി റൈസ് വിൽ ഒക്കർ. അതുപോലെ തന്നെ കോഹസീവ് ഫോഴ്സ് എന്തിന് കൂടുതലായി കഴിഞ്ഞാൽ, അഡേസീവ് ഫോഴ്സിന് കൂടുതലായി കഴിഞ്ഞാൽ അവിടെ കാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാവും. അതായത് ഇവിടെ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ വെള്ളത്തിന് അഡീഷൻ ബലമാണ് കൂടുതൽ. ഇവിടെ നോക്കുമ്പോൾ അഡീഷൻ ബലം കോയിഷൻ ബലത്തിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് കാപ്പിലറി റൈസ് ഉണ്ടാവുക. അതായത് ഇവിടെ നമുക്ക് എങ്ങനെ പറയാം, അഡീഷൻ ഫോഴ്സ് എന്താണ്, കോയിഷൻ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് സമയത്താണ് കാപ്പിലറി റൈസ് ഉണ്ടാവുക. കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തന്മാത്രകൾ, അതായത് വെള്ളത്തിന്റെ തന്മാത്ര, ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് അല്ലേ, കാപ്പിലറി ട്യൂബ്, അത് തമ്മിലുള്ള അട്രാക്ഷൻ ആയിരിക്കും വെള്ളത്തിന്റെ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനൊക്കെ കൂടുതൽ. അതായത് രണ്ട് വെള്ളത്തിന്റെ തന്മാത്രകൾ തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും വെള്ളവും വാട്ടറും ആ കാപ്പിലറി ട്യൂബും തമ്മിലുള്ള അട്രാക്ഷൻ. അതായത് ആ ഗ്ലാസ് ട്യൂബും തമ്മിലുള്ള അട്രാക്ഷൻ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഗ്ലാസ് ട്യൂബിൽ ഉയർന്നു പോകാൻ കാരണം. അതായത് രണ്ട് വെള്ളത്തിന്റെ മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷനേക്കാൾ കൂടുതലായിരിക്കും ഈ ഗ്ലാസും ഈ വെള്ളവും തമ്മിലുള്ള അട്രാക്ഷൻ. അതുകൊണ്ട് അത് ഉയർന്നു പോകും. അതായത് അവിടെ കൂടുതൽ എന്ത് ഫോഴ്സ് ആണ്, അഡീഷൻ ഫോഴ്സ് ആണ് അവിടെ കൂടുതൽ. ഇനി മെർക്കുറിയിൽ നോക്കി കഴിഞ്ഞാൽ, മെർക്കുറിയിൽ എന്ത് ഫോഴ്സ് കൂടുതൽ, അവിടെ കൊഹിഷൻ ബലമാണ് കൂടുതൽ. അതായത് ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് അവിടെ കൂടുതൽ. അതായത് കൊഹിഷൻ ബലമാണ് കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും, കേശിക താഴ്ച സംഭവിക്കും. അതായത് രണ്ട് മെർക്കുറി എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു മെർക്കുറി നമ്മൾ എച്ച് ചെയ്യുന്ന ഏതാണെങ്കിൽ അത് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെർക്കുറിയും ആ ട്യൂബും തമ്മിലുള്ള അട്രാക്ഷനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ കേശിക താഴ്ച സംഭവിക്കാനുള്ള കാരണം. അതായത് ഇവിടെ ട്യൂബ് ഇറക്കിയ സമയത്ത് മെർക്കുറി ആറ്റംസ് അതിനെ താഴേക്ക് വലിക്കുകയാണ്. ഈ ട്യൂബിൽ കയറി പോകാതിരിക്കാൻ ഈ മെർക്കുറിയുടെ ഓരോ മോളിക്യൂൾസിനെ അത് താഴേക്ക് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മോളിക്യൂൾ എന്ത് സംഭവിച്ചത്, താഴേക്ക് വന്നു. അതായത് ഇവിടെ നമ്മുടെ കോഹസീവ് ഫോഴ്സ് എന്താണ്, കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ വെള്ളത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, വെള്ളത്തിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലായി നമ്മൾ ഗ്ലാസ്സിൽ കൂടെ ഒക്കെ വീക്ഷിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇങ്ങനൊരു ഷേപ്പ് ഉണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫോഴ്സ് തന്നെയാണ്. ഇവിടെയൊക്കെ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, ഇവിടെ നടുവിലുള്ള മോളിക്യൂൾസിനെ താഴെയുള്ള മോളിക്യൂൾസ് പിടിച്ച് വലിക്കുന്നുണ്ടാവും. ആ വലിക്കുന്ന ബലം കൊണ്ടാണ് ഈ ഭാഗം താഴ്ന്നിരിക്കാനുള്ള കാരണം. ഇവിടെ ഗ്ലാസിന്റെ സർഫേസിന്റെ സൈഡിൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് അധികം ഫോഴ്സ് വരില്ല, കാരണം ഇവിടെ എടുത്തുള്ള ഒരു മോളിക്യൂൾ വലിക്കും, അതുപോലെ ഒരു താഴെയുള്ള ഒരെണ്ണം വലിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഈ ഭാഗം ഉയർന്നിട്ടും നടുവിലുള്ള ഭാഗത്ത് കുറെ മോളിക്യൂൾസ് അവിടെ ഒക്കെ വലിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഭാഗം താഴ്ന്നിരിക്കുന്നത്. ഈ ഡിപ്രഷന് കാരണമാണ്. അതും ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കും. അപ്പൊ അഡീഷൻ ബലം പഠിച്ചു, കൊഹിഷൻ ബലം പഠിച്ചു, അതാണ് കാപ്പിലറി റൈസിനും ഡിപ്രഷനും കാരണം എന്നുള്ളത് പഠിച്ചു. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ്. അതായത് വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുക, ഇതുപോലെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഹണി ഒഴിക്കുക, അതുപോലെ തന്നെ പാൽ ഒഴിക്കുക, കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം എല്ലാം ഒരേ സ്പീഡിലല്ല ഫ്ലോ ചെയ്യാം, അറിയാലോ. അതായത് കുറച്ച് കട്ടി കൂടിയ ദ്രാവകങ്ങളാണെങ്കിൽ അത് പതുക്കനെ ഒഴുകുള്ളൂ. ആ പതുക്കനെ ഒഴുകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. ഇപ്പൊ ഹണിക്കാണ് അപ്പോൾ അവിടെ വിസ്കോസിറ്റി കൂടുതൽ. ഹണി വളരെ സ്ലോവിലാണ് എന്ത് ചെയ്യുള്ളൂ, ഒഴുകുള്ളൂ. അപ്പൊ ഹണിക്ക് നമുക്ക് വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറയാം. അതായത് നിങ്ങൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. അതായത് ഇപ്പൊ ഫ്ലോ, അത് എന്റെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ കട്ടി കൂടിയ ദ്രവങ്ങൾ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കാം. കട്ടി കൂടിയ ദ്രവങ്ങൾ വളരെ സ്ലോയിൽ ഒഴുകുള്ളൂ, അതായത് അതിന് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പൊ ഹണിക്ക് വെള്ളത്തിനെ അപേക്ഷിച്ച് വിസ്കോസിറ്റി കൂടുതലാണെന്ന് മനസ്സിലാക്കാം. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം വായിക്കുക. അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഫ്ലോ കണ്ടോ,
ഇങ്ങനെയാണ് ഒരു പ്രതലത്തിൽ കൂടെ അല്ലെങ്കിൽ പൈപ്പിൽ കൂടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുക. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന്റെ നടുവിൽ ഭാഗത്തായിരിക്കും കൂടുതൽ ഫ്ലോ ഉണ്ടാവാൻ. ഇത് സർഫേസിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് ഫ്ലോക്ക് വെലോസിറ്റി കുറവായിരിക്കും. അതായത് വെള്ളം ഒഴുകുക എന്ന് പറഞ്ഞാൽ വെള്ളം കുറെ ലെയറുകളായിട്ട് ഒഴുകണ പോലെ ഇതുപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കുറെ ലെയറുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഘർഷണ ബലം ഉണ്ടാവും. അങ്ങനെ ഘർഷണ ബലമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒഴുകണതിന്റെ ഫ്ലോയുടെ റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് ഈ ഭാഗം ഇതെങ്ങനെ പിടിച്ച് ബാക്കിലേക്ക് വരിക, ഒരു ഫ്രിക്ഷൻ ഒരേ ഉണ്ടാവും. അതുകൊണ്ട് തൊട്ട് താഴെയുള്ള ലെയർ തൊട്ട് മേലുള്ള ലെയറിന്റെ മേലെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പല ലെയറിനും പല വെലോസിറ്റിയിലായിരിക്കും പോവുക. അതായത് ഇവിടെ താഴെയുള്ളതിന്റെ വെലോസിറ്റി ആയിരിക്കില്ല മേലുള്ള ലെയറിന്റെ വെലോസിറ്റി. മേലുള്ള ലെയർ ഇങ്ങനെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, അതിന്റെ താഴെയുള്ള അതിനേക്കാൾ കുറവായിരിക്കും. കാരണം അടിയിലുള്ള ലെയർ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അടിയിലുള്ള ലെയറിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ് ഓരോ ലെയറിന്റെ വെലോസിറ്റി കുറഞ്ഞു വരുന്നത്. ഇങ്ങനെ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ബലത്തിന് ആണ് നമ്മൾ എന്താ പറയുക, വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. ഇങ്ങനെ ലെയറുകൾക്കിടയിൽ, ദ്രാവകത്തിന്റെ പാളികൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ബലത്തിനെയാണ് നമ്മൾ എന്താ പറയുക, വിസ്കസ് ഫോഴ്സ് എന്ന് പറയുക. അപ്പൊ ഹണിയിൽ എന്തായിരിക്കും, ഈ ലെയറിന്റെ ഇടയിലുള്ള വിസ്കോസിറ്റി, ഘർഷണ ബലം ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അത് കൂടുതൽ വിസ്കസ് ആണെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിസ്കോസിറ്റി എന്നുള്ള ടോപ്പിക്. അപ്പൊ ഹണിക്കാണ് വെള്ളത്തിനേക്കാൾ കൂടുതൽ വിസ്കോസിറ്റി. അതുപോലെ വിസ്കോസിറ്റിക്ക് ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. നമ്മളിപ്പോ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാൽ വിസ്കോസിറ്റി കുറയും. ഒരു ഹണി എടുത്ത് നമ്മൾ ചൂടാക്കി, ചൂടാക്കാത്തൊരു ഹണി എടുത്തു, ചൂടാക്കിയ ഹണി എടുത്തു, എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ അതിനെ ഒഴിച്ച് വിട്ടു നോക്കുക. അപ്പൊ എന്ത് സംഭവിക്കും, ചൂടാക്കിയത് ചൂടാക്കാത്തതിനേക്കാൾ സ്പീഡിൽ പോണതാണ്, ഒഴുകി പോണതാണ്. അതായത് ചൂടാക്കി കഴിയുമ്പോൾ വിസ്കോസിറ്റി കുറയാണ്, അതുകൊണ്ടാണ് അത് സ്പീഡിൽ ഫ്ലോ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? ബോയൻസി, പ്ലവക്ഷമ ബലം പഠിച്ചു. അതുപോലെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പഠിച്ചു. പാസ്കൽസ് ലോ പഠിച്ചു. അതുപോലെ തന്നെ കാപ്പിലറിറ്റി, കേശിക ഉയർച്ച, കേശിക താഴ്ച എന്നുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ പാർട്ട് 2 വീഡിയോയോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിലെ വീഡിയോസ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.